നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. തലൈനാട് ഭാഗത്ത് റോഡ് ടാറിങ്ങിന് കൊണ്ടുവന്ന ടാർ കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിൽ ടാർ വാഹനം മറിഞ്ഞ് ടാർ റോഡിലൊഴുക്കി. പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ ഗതാഗതം സ്തംഭിപ്പിച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് വീട്ടമ്മമാർ മുട്ടം പമ്പ് ഹൌസ് സ്തംഭിപ്പിച്ചു. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള വിതരണം മുടങ്ങി. കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിലുള്ള നന്മ സ്റ്റോറുകൾ ശങ്കരപ്പിള്ളിയിലും തെക്കും ഭാഗത്തും പ്രവർത്തനം തുടങ്ങി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കല്ലൂർക്കാട് യങ് മെൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ഫാദർ ജോസ് പീച്ചാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മുതലക്കുളം പള്ളി തിരുനാളിനോടനുബന്ധിച്ച് പഴുക്കാകുളം പന്തലിൽ ദിവ്യബലിയും തുറന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണവും നടന്നു. SNDP യോഗം കരിമണ്ണൂർ ശാഖയുടെ കീഴിലുള്ള ഗുരുമന്ദിരം നടപ്പന്തല സമർപ്പണവും കുമാരനാശാൻ സ്മാരക മന്ദിരം ഉദ്ഘാടനവും ഏപ്രിൽ 27-ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളപ്പള്ളി നടേശൻ നിർവഹിക്കും. വിസ്മയ ആർട്ടിസ്റ്റ് സൊസൈറ്റി വാർഷികാഘോഷം തൊടുപുഴയിൽ നടന്നു. ഇതോടനുബന്ധിച്ച് ഘോഷയാത്രയും നടന്നു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തലൈനാട് ഭാഗത്ത് റോഡ് ടാറിങ്ങിനെ കൊണ്ടുവന്ന ടാർ മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിനിടെ ടാർ കയറ്റിയ ടാങ്ക് റോഡിലേക്ക് മറിഞ്ഞു വീണു. ഇതേ തുടർന്ന് വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് സംഘർഷത്തിനും കാരണമായി. ഒടുവിൽ കരാറുകാരന്റെ ഉത്തരവാദിത്തത്തിൽ റോഡിൽ വീണ ടാർ നീക്കം ചെയ്തു. റോഡ് നിർമ്മാണത്തിന് കൊണ്ടുവന്ന ടാർ കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിൽ വാഹനം മറിഞ്ഞു. ഇതേ തുടർന്ന് തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ കോളപ്രയിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. തലയനാട് റോഡ് പണിക്കായി അനുവദിച്ച ടാറാണ് കടത്തിക്കൊണ്ടുപോയത്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ടാർ സ്വകാര്യ റോഡ് പണിക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. കോളപ്ര തലയനാട് റോഡിന് ടാറിങ്ങിന് ആവശ്യമായിട്ട് കൊണ്ടുവന്ന അവിടെ ടാറിങ് നടന്ന് മുഴുവനും അവിടെ അഴിമതിയും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ നാട്ടുകാർ പൗരസമിതി നടത്തിയെന്ന് അവിടെ വഴി തടയും. അത് കഴിഞ്ഞിട്ട് അവരത് പൊളിഞ്ഞു പോയതെല്ലാം വീണ്ടും ചെയ്തേക്കാമെന്ന് സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ അവരുമായിട്ട് കോൺട്രാക്ടറൊക്കെ ആയിട്ട് സംസാരിച്ച് കൺവീനറുമായിട്ട് സംസാരിച്ചത്. രണ്ടാമത് അവർ മോളിൽ വീണ്ടും ടാർ ചെയ്യും, വീണ്ടും അത് പൊളിയും. വൈകിട്ടത് മഴയെല്ലാം പെയ്ത് അവിടെ ഉടക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലനിൽക്കാൻ ടാറ് മതിയായ ടാറില്ലാതെ വഴി ഞങ്ങൾ പിക്കാസിന് മാറ്റി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ടാറില്ല. ഇതെല്ലാം ഞങ്ങൾ അവരെ കണ്ടിട്ട് ലാസ്റ്റ് സന്ധ്യയായി. പിറ്റേ ദിവസം വന്ന് പുള്ളി ബാക്കി ചെയ്തേക്കാമെന്ന് പറഞ്ഞ് കോൺട്രാക്ടർ എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് വിട്ടതാണ് അവിടുന്ന്. അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് അവരവിടുന്ന് ബാക്കി ഉണ്ടായിരുന്ന ഒരു 10 ടാറിലാണ് ഒരുക്കി വണ്ടിക്കകത്ത് കയറ്റി അവിടുന്ന് കടത്തുന്ന ഭാഗമായിരുന്നു. അവിടുന്ന് കൊണ്ടുവന്ന വഴികൾ ഫുൾ ടാർ വീണെടുക്കുന്നത് കണ്ട് ഞങ്ങൾ പുറകെ വന്നപ്പോഴാണ് ഇവിടെ പ്രൈവറ്റ് വഴി ചെയ്യാൻ വേണ്ടി ടാർ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അതിവിടെ ഞങ്ങൾ ഇവിടെ വന്ന് വണ്ടി ചെരിഞ്ഞു, റോഡ് മുഴുവൻ ടാറായി. ഇവിടെ തലയനാട് ആലക്കോട് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ട്രീറ്റ്മെന്റ് പ്ലാന്റ് മുതൽ ഇഞ്ചിയാന ടാങ്കിലേക്കുള്ള പൈപ്പ് ലൈൻ പൊട്ടിയതുമായി ബന്ധപ്പെട്ട് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് 68 ലക്ഷം രൂപ അധികമായി അനുവദിക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ആലക്കോട് കുടിവെള്ള വിതരണ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുവാൻ നടപടി തുടങ്ങി. ഇത് സംബന്ധിച്ച് മന്ത്രി PJ ജോസഫിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് 68 ലക്ഷം രൂപ അധികമായി അനുവദിക്കുന്നതിന് തീരുമാനിച്ചു. ആലക്കോട്, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, കോടിക്കുളം, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തുകൾക്കായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ 2002 സ്ഥാപിച്ച 830 മീറ്റർ പൈപ്പിലൂടെ ട്രയൽ റണ്ണിനായി വെള്ളം പമ്പ് ചെയ്തപ്പോഴാണ് തലയനാട് ഭാഗത്ത് പൈപ്പ് പൊട്ടിയത്. ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ബേബി, മുൻ പ്രസിഡന്റുമാരായ ടോമി കാവാലം, PK കുര്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ബേബി മാണിശ്ശേരി എന്നിവർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഉന്നതതല യോഗം വിളിച്ചത്. 66 കോടി രൂപ മുതൽ മുടക്കിൽ നടത്തുന്ന പദ്ധതിയുടെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കി ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കും. ഹോമിയോപ്പതി ഡോക്ടർമാരുടെ കുടുംബ സംഗമം തൊടുപുഴയിൽ നടന്നു. IMA ഹാളിൽ നടന്ന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഹോമിയോപ്പതിക്ക് പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ധാരാളം ഡിസ്പെൻസറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന കാര്യത്തിൽ ഹോമിയോ വിഭാഗത്തിലുള്ള മേൽക്കോയ്മ എന്ന് കാര്യം വിളിച്ചറിയിക്കേണ്ട കാര്യമില്ല. വളരെയേറെ പ്രാധാന്യം ശ്രദ്ധിച്ചിരിക്കുന്നു.
തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അമ്പലക്കാള പ്രായാധിക്യം മൂലമുള്ള ബുദ്ധിമുട്ടിനെ തുടർന്ന് കുഴഞ്ഞു വീണു. തൊടുപുഴ മൂപ്പിൽക്കടവ് പാലത്തിന് സമീപം നടക്കം വയ്യാതെ വീണ അമ്പലക്കാളയെ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുപൊക്കി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് എത്തിക്കുകയായിരുന്നു. തുടർന്ന് വെറ്റിനറി ഡോക്ടർ സ്ഥലത്തെത്തി വേണ്ട ചികിത്സകൾ നൽകി. ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളുടെ സംരക്ഷണത്തിലാണ് കാള ഇപ്പോൾ. മുറിവുകൾ സുഖപ്പെട്ടു വരുന്നതായി സമിതി അംഗങ്ങൾ പറഞ്ഞു. കൺസ്യൂമർ ഫെഡ് നന്മ സ്റ്റോർ ശങ്കരപ്പള്ളിയിൽ പ്രവർത്തനം തുടങ്ങി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സഹായകരമായ രീതിയിൽ നന്മ സ്റ്റോറുകളുടെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് കൺസ്യൂമർ ഫെഡിന്റെ ഭരണസമിതിയും സംസ്ഥാന ഗവൺമെന്റും തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാന്യനായ കെ എം മാണി കേരള നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞത് 2000 നന്മ സ്റ്റോറുകൾ ആരംഭിക്കുമെന്നാണ്. ഈ 2012 ഡിസംബർ 31 തീയതിയോടുകൂടി കേരളത്തിൽ 2000 നന്മ സ്റ്റോറുകൾ ആരംഭിക്കുകയും ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കൺസ്യൂമർ ഫെഡ് നന്മ സ്റ്റോർ തേക്കും ഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ പൊതുവിതരണ രംഗത്ത് ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ച പാരമ്പര്യമാണ് കൺസ്യൂമർ ഫെഡിനുള്ളത്. അത് വിലകയറ്റം കേരളത്തിൽ പിടിച്ചു നിർത്തുന്നതിൽ വളരെയധികം സഹായകരമായിട്ടുണ്ട് എന്നാണ് കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഭരണസാരഥികൾ അറിയിച്ചിട്ടുള്ളത്. 10ഓളം നിത്യോപയോഗ സാധനങ്ങളാണ് ഈ നന്മ സ്റ്റോറിൽ നിന്നും പ്രധാനമായും വിതരണം ചെയ്യുന്നത്. അരി 6 കിലോയും പച്ചരി 2 കിലോയും പഞ്ചസാര 1 കിലോ, വെളിച്ചെണ്ണ, ഉഴുന്ന്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കല്ലൂർക്കാട് ശാഖ വാർഷിക പൊതുസമ്മേളനവും പ്രകടനവും നടത്തി. കല്ലൂർക്കാട് കാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. VSS പ്രസിഡന്റ് V ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. മധ്യമേഖലാ സെക്രട്ടറി VN ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി. VSS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TR മധു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സ്റ്റേറ്റ് സെക്രട്ടറി VK ദാമോദരൻ പ്രഭാഷണം നടത്തി. രാജു നാരായണൻ സ്വാഗതവും MR മോഹനൻ നന്ദിയും പറഞ്ഞു. ഒരു ചെറിയ ദുർബലമായ നമ്മുടെ ജനങ്ങൾ പൊതുവെ കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് തൊടുപുഴ യൂണിയന്റെ 34ാമത് വാർഷിക സമ്മേളനം നടന്നു. തൊടുപുഴ NGO യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനം FSCTU ജില്ലാ സെക്രട്ടറി AN ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ജനവിഭാഗങ്ങൾ, തൊഴിലാളി വിഭാഗങ്ങൾ ഈ പണിമുടക്കിൽ അണിചേർന്നു എന്ന് നാം കാണാം. അപ്പോൾ ഈ പണിമുടക്കിൽ ഒരു രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന തൊഴിലാളി വിഭാഗമാണ് INTUC. INTUCയുടെ നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവായ ഡോക്ടർ സഞ്ജീവ റെഡ്ഡി ഈ പണിമുടക്കിൽ പങ്കെടുക്കുക, അതിന് നേതൃത്വം കൊടുക്കുക. INTUCയുടെ നേതാവായിട്ടുള്ള കല്ലൂർക്കാട് യങ് മെൻസ് ക്ലബ് ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ക്ലബ് പ്രസിഡന്റ് RV ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് പള്ളി വികാരി റെവറന്റ് ഫാദർ ജോസ് പിച്ചാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വിശുദ്ധ ബൈബിളിൽ തന്നെ കണ്ണ് അസുഖമുള്ള ആളുകളെ ദൈവം തമ്പുരാൻ സുഖപ്പെടുത്തി വിട്ടതായിട്ട് പറയുന്നു. നീ ഇപ്പം എന്ത് കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനുഷ്യരൊക്കെ മരം പോലെ കാണുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അവസാനം ആ മനുഷ്യന് കാഴ്ച കൊടുത്തതായിട്ട് ബൈബിളിൽ പറയുന്നു. ഈ അവസരത്തിൽ മുതലക്കുളം പള്ളി തിരുനാളിനോടനുബന്ധിച്ച് പഴുക്കക്കുളം പന്തലിൽ ദിവ്യബലി നടന്നു. ഫാദർ മാത്യു ചമ്മക്കരയിൽ സന്ദേശം നൽകി. ബാഹ്യമായ ഈ ഒരുക്കങ്ങൾക്കും ഈ ആഘോഷങ്ങൾക്കും ഒപ്പം തന്നെ ഓരോ തിരുനാൾ ആഘോഷവും നമ്മുടെയൊക്കെ ജീവിതത്തോട് ആവശ്യപ്പെടുന്ന ആന്തരികമായ ആത്മീയമായ വലിയൊരു ഒരുക്കം കൂടിയുണ്ട്. ഈ ആത്മീയമായ ഒരുക്കവും ആത്മീയമായ ചൈതന്യവും ഓരോ തിരുനാൾ ആഘോഷത്തിലും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളൊക്കെ അപൂർണമായി നിലനിൽക്കും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. മുതലക്കുളം പള്ളി തിരുനാളിനോടനുബന്ധിച്ച് പഴുക്കാക്കുളത്ത് നിന്നും മുതലക്കുളം പള്ളിയിലേക്ക് പ്രദക്ഷിണം നടന്നു.
മുതലക്കോടം പള്ളി തിരുനാളിനോടനുബന്ധിച്ച് കുന്നങ്കാട്ട് പാടശേഖരത്തിൽ ആകാശ വിസ്മയം നടത്തി. SNDP യോഗം കരിവണ്ണൂർ ശാഖ ഗുരുമന്ദിരം നടപ്പന്തൽ സമർപ്പണം കുമാരനാശാൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ഓഡിറ്റോറിയം ശിലാസ്ഥാപനം എന്നിവ ഏപ്രിൽ 27 വൈകിട്ട് 4 നടക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളപ്പള്ളി നടേശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ശാഖ സെക്രട്ടറി NR ശിവരാമൻ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വിജയൻ താടാനി, MN കമലാശി, ഗൗരി സുകുമാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് 5000-ഓളം ശ്രീനാരായണ ഭക്തരുടെ ഒരു സ്വീകരണവും അതോടനുബന്ധിച്ച് നമ്മളുടെ മഹാകവി കുമാരനാശാൻ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും ഗുരുമന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും നടപ്പന്തലിൻ്റെ സമർപ്പണവും ഇതിലൊക്കെ ഉപരി കരിമണ്ണൂർ പഞ്ചായത്തിൽ ഒരു സാമൂഹിക സംഘടനയ്ക്കില്ലാത്ത തൊടുപുഴയിൽ നടക്കുന്ന കാർ സ്ക്രീൻ ഫെസ്റ്റോടനുബന്ധിച്ച് മൃഗസംരക്ഷണത്തെക്കുറിച്ച് സെമിനാർ നടത്തി. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി മട്ടത്തിപ്പാറ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കാലാകാലങ്ങളിൽ നേടിയെടുക്കാനായിട്ടുള്ള കഠിനമായിട്ടുള്ള ഒരു ശ്രമം, തീവ്രമായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നിരവധി കാര്യങ്ങൾ ഗവൺമെന്റാണെങ്കിൽ ശരി, പണ്ടത്തേതിനെ അപേക്ഷിച്ച് ഒത്തിരിയേറെ ആനുകൂല്യങ്ങൾ നമ്മുടെ കാലി വളർത്തുന്ന മൃഗസംരക്ഷണ മേഖലയ്ക്ക് കൊടുക്കുന്നുണ്ട്. പശു വളർത്തുന്നുണ്ട്, പാലിന് കൊടുക്കുന്നുണ്ട്, പാൽ ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. മാന്യതയാർന്നിട്ടുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ കൃഷിക്കാർക്ക് കിട്ടാനായിട്ടുള്ള ഒരു ശ്രമം ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ അഭിനയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ വിസ്മയ ആർട്ടിസ്റ്റ് സൊസൈറ്റി വാർഷികം ആഘോഷിച്ചു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിൽ നടന്ന പൊതുസമ്മേളനം സിനിമ സംവിധായകൻ അവിര റബേക്ക ഉദ്ഘാടനം ചെയ്തു. ആംബൽ ജോർജ് അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ താരം ജാഫർ ഇടുക്കി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് മുതിർന്ന കലാകാരന്മാരെ ആദരിച്ചു. സെക്രട്ടറി രാജു M. മോളിക്കൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പ്രഫുലാൽ നന്ദി പറഞ്ഞു. തുടർന്ന് വിസ്മയ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സുപ്രസിദ്ധ സിനിമാ സംവിധായകരും മുതലിയർമഠം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ മഹോത്സവത്തോടനുബന്ധിച്ച് എഴുന്നള്ളത്ത് നടന്നു. കാരിക്കോട് അണ്ണാമലൈ ക്ഷേത്രത്തിൽ നിന്നും മുതലിയർമഠത്തേക്കാണ് എഴുന്നള്ളത്ത് നടന്നത്. ഇതോടനുബന്ധിച്ച് കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ ആകാശ വിസ്മയം ഒരുക്കിയിരുന്നു. അഞ്ചിരി സെന്റ് മാർട്ടിൻ ഡീപോറിസ് പള്ളിയിലെ നവീകരിച്ച ആൾത്താരുടെ വെഞ്ചിരിപ്പ് ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോടിൽ നിർവഹിച്ചു. വികാരി ഫാദർ ജോസ് മുണ്ടുനാടിയിൽ സഹകാർമ്മികനായിരുന്നു. കോതമംഗലം രൂപതയുടെ പുതിയ വികാരി ജനറലായി റവറന്റ് ഡോക്ടർ ജോർജ് ഒലിയപ്പുറത്തിനെ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിയമിച്ചു. AKCC രൂപത ഡയറക്ടർ കൂടിയായ ഫാദർ ജോർജ് ഒലിയപ്പുറം ഇപ്പോൾ മുതലക്കുളം സെന്റ് ജോർജ് ഫെറോന പള്ളി വികാരിയായി പ്രവർത്തിച്ചു വരികയാണ്. 1969 വൈദികനായ ജോർജ് ഒലിയപ്പുറം മിഷൻ ലീഗ്, സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്നിവയുടെ ഡയറക്ടറായി ബിഷപ്പ് ഇമ്മാനുവൽ പോത്തന മുഴിയോടത്ത് സേവനം ചെയ്തു. 1979 മുതൽ 1990 വരെ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിനൊപ്പം